ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏജ് കുറച്ച് പ്രായമായവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മുടി നരച്ച് തുടങ്ങിയ, അല്ലെങ്കിൽ നേരത്തെ അകാലനിരയുള്ള എല്ലാവർക്കും, അങ്ങനെയുള്ളവർക്കും, പിന്നെ താരനുള്ളവർക്ക്, മുടി കൊഴിച്ചിലുള്ളവർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റി. മുടിക്ക് നമ്മളുടെ സ്കാൽപ്പിൽ കുറച്ച് എന്താ പറയുക, ഇതുപോലെ ഫംഗസ് പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. കൂടാതെ നമ്മളുടെ ഹെയർ ഗ്രോത്തിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഇതൊക്കെ നമുക്ക് മാറിയാൽ തന്നെ നമുക്ക് മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ ഒന്നുകൂടി ചേർക്കുന്നുണ്ട്. മൂന്നാമത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെറും ഓപ്ഷനിൽ മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അരണ്യ എന്നാണ്. നമ്മളുടെ ചാനൽ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മളുടെ ഹെയർ പാക്കിലെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. നെല്ലിക്ക. നമ്മളുടെ മുടി കൊഴിച്ചിലായാലും ശരി, എന്താ പറയുക, മുടിയിൽ നല്ല കറുപ്പാവാനായാലും ശരി, അതുപോലെയുള്ള നമ്മളുടെ താരന്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളുടെ ഏറ്റവും ഉത്തമമായ ഒന്നാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉണക്ക നെല്ലിക്ക ഉപയോഗിക്കാറില്ലേ. എൻ്റെ കുട്ടനിവിടെ നിന്ന് അതെടുത്ത് കടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും എണ്ണ കാച്ചുന്നതിനും ഒക്കെ ഉപയോഗിക്കാറുള്ള ഒന്നാണ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നമ്മളെന്ന് വെച്ചാൽ എല്ലാവർക്കും, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഹെന്നയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ അതിൽ അമല പൗഡർ ആഡ് ചെയ്യാറുണ്ട്. അമല പൗഡർ എന്ന് വെച്ചാൽ നമ്മളുടെ നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടിയാണത്. അപ്പോൾ അത്രയും നമുക്ക് ഗുണങ്ങളുള്ള, എന്താ പറയുക, താരനൊക്കെ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവും. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടില്ല. ഓരോ നമ്മളുടെ എന്താ പറയുക, തലയിൽ ചൊറിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഫംഗസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മുടിയിൽ, തലയുടെ സ്കാൽപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്കിത് ആദ്യമേ ഇത് ജ്യൂസാക്കി എടുക്കണം. ജ്യൂസാക്കി എടുത്തിട്ട് നമുക്കതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജ്യൂസാക്കി എടുത്തിട്ട് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും കിട്ടത്. കുറച്ചധികം നമുക്ക് ജ്യൂസ് കിട്ടും അങ്ങനെയുള്ള, എന്താ പറയുക, ഈ ഒരു സംഭവത്തിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചപ്പോഴായാലും ശരി, നമുക്ക് വളരെ കുറച്ച് നെല്ലിക്കയിൽ നിന്ന് കുറച്ചധികം എനിക്ക് ജ്യൂസ് കിട്ടേണ്ടായി. അപ്പോൾ കുറച്ച് മതിയാവും. എൻ്റെ മുടിയുടെ ഒരു അളവുള്ളവർക്ക് ഇത് ചെറിയ നെല്ലിക്കയാണ് കേട്ടോ. വീഡിയോയിൽ എങ്ങനെ കാണുന്നു, വലുതാക്കി കാണുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു മീഡിയം സൈസ് നെല്ലിക്കയാണ് കേട്ടോ, ഒരുപാട് വലുതൊന്നുമല്ല. അപ്പോൾ ഞാനിതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടല്ലോ, നമ്മളുടെ നെല്ലിക്കയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ജ്യൂസായിട്ട് തന്നെ. തിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വെള്ളം ചേർക്കാത്ത പാലൊക്കെ കിട്ടുമ്പോൾ നല്ല കൊഴുത്തിരിക്കില്ലേ, ആ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഇത് വലുതായിട്ട് എന്താ പറയുക, പിഞ്ചാണ്. നമുക്ക് അധികം എന്താ പറയുക, അധികം മൂക്കാത്ത നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ചെറിയ നെല്ലിക്കയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇത് ഞാനൊന്ന് നാക്കിൽ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര കവർപ്പുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കവർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നെല്ലിക്കയുടെ കൂട്ടുള്ള കയ്പും പുളിയും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമല്ല. ഒരു കവർപ്പ് കറന്നുള്ളൊരു ആ ഒരു ഇതാണ്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ തന്നെ അടിച്ചിട്ടില്ല കേട്ടോ. ഒട്ടും
ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. എൻ്റെ തൈരും സാമാന്യം കുഴപ്പമില്ലാതെ കട്ടയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, നല്ല കട്ട തൈരാണ്. ഞാൻ അതിലേക്ക് നമ്മളുടെ പാക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 3 ടീസ്പൂണാണോ ഇത്? ആകപ്പാടെ എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. 3 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതിയാവുമേ. 3 ടീസ്പൂൺ അളവിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. നമ്മളുടെ തൈര് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളുടെ സ്ഥിരം ഐറ്റം ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. നമ്മളുടെ കാസ്റ്റർ ഓയിലാണ്. ഞാൻ അതൊരു 1 ടീസ്പൂൺ അളവിൽ അതിന് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഞാൻ മുന്നേ പറയാറുള്ള കണക്ക് ഞാൻ എടുത്ത് വെക്കാറുള്ള ഒരു ബോട്ടിലില്ലേ, ആ ഒരു ബോട്ടിലിൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിത് കുറച്ച് ലൂസായിട്ടുള്ള പാക്കൊക്കെ നമ്മൾ തലയിൽ, മുഖത്തായാലും തലയിലായാലും ഒക്കെ തേയ്ക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം അതുപോലെയുള്ള ഒരു ബോട്ടിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് തികച്ചും നല്ല ലൂസായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓയിൽ വെക്കാൻ മറന്നു പോകരുത്. ഞാൻ ഓൾറെഡി ഓയിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ മുടിയുടെ തുമ്പത്തും കൂടി ഇത്തിരി ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുടിയുടെ തുമ്പത്തും ഒക്കെ കഴിഞ്ഞ ദിവസം ഓയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പം വലിയ രീതിയിൽ എന്താ പറയുക, അത്ര അങ്ങ് ഡ്രൈ ആയിട്ടൊന്നുമില്ല. എന്നാലും നെല്ലിക്കയല്ലേ, അപ്പം നമുക്ക് ഇനി അത് കുറച്ച് നമ്മളുടെ മുടിയെ ഡ്രൈ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല, അത് ബാലൻസ് ചെയ്തോളൂ. നമ്മളുടെ മുടിക്ക് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നാലും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ മീൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓണത്തിനൊക്കെ ആ ഒരു സമയത്തൊക്കെ തീരെ നമ്മളൊന്നും ചെയ്യാത്തപ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് സാധാരണ പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് നമുക്ക് തൈറോയിഡൊക്കെ ഉള്ളവർക്ക് കുറച്ചധികം മുടി കൊഴിയും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തലയിൽ ഒരുവിധം നന്നായിട്ട് എണ്ണ വെച്ചിട്ട് നമ്മൾ തലയിൽ സ്കാൽപ്പിൽ മെയിനായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, മുടി നരയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തൈര് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളുടെ നെല്ലിക്കയുടെ ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് തേക്കാവുന്നതാണ്, ഒരു കുഴപ്പവും വരില്ല.
അപ്പോൾ നമ്മളിത് സ്കാൽപ്പ് ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുടിയിൽ തേക്കാൻ കുറച്ച് എത്തിയുള്ളൂ, കുറച്ച് തികഞ്ഞുള്ളൂ. മറ്റേ ബോട്ടിലാക്കി നമ്മൾ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഒന്ന് മിക്സിയിൽ അടിക്കുകയും കൂടി ചെയ്താൽ നമ്മളുടെ തൈര് കുറച്ച് ലൂസാവും. അപ്പോൾ അതുമായിട്ട് നന്നായിട്ട് യോജിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലോ മറ്റോ ആക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ സ്കാൽപ്പിലും മുടിയിലും ഫുള്ളും ആകുകയും ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തേച്ചത് കാരണം എനിക്ക് സ്കാൽപ്പ് ഫുള്ള് കവർ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ റിസൾട്ട് തരുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. നിങ്ങൾക്ക് എന്താ പറയുക, വീക്ക്ലി വൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീക്ക്ലി ഒരു 2 പാക്കൊക്കെയാണ്, അല്ലെങ്കിൽ 2 വട്ടമാണ് നിങ്ങൾ പാക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ 2 പ്രശ്നങ്ങൾക്കുള്ള 2 പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഒരു 2-3 ദിവസം 3 ദിവസമൊക്കെ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ പ്രശ്നം മനസ്സിലാക്കി അതിനെ പറ്റിയ പാക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്ക് നമ്മളുടെ മുടിയുടെ ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ. സൂപ്പർ റിസൾട്ട് തരുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുക. നെല്ലിക്ക ഇപ്പോൾ എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. സൂപ്പർ റിസൾട്ട് തരുന്ന നല്ല ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ.